സോ ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു. എൻ്റെ എല്ലാ കാര്യത്തിലും ഈവൻ ദോ വേറെ എന്തെങ്കിലും വർക്കിലായെങ്കിൽ പോലും എൻ്റെ മനസ്സിലൊരു തോട്ട് വന്നാൽ ഐ ജസ്റ്റ് ഇമാജിൻ അല്ല എൻ്റെ അടുത്തുണ്ട്, ഞാൻ ജസ്റ്റ് ടോക്ക് ചെയ്യും, ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്തു തന്നൂടായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നൂടെ. ശരിക്കും ദുആ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ്. നമ്മളും പടച്ചോനും തമ്മിലുള്ളൊരു പാലാണ്. നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് ആ പാലം പണിയാനുള്ള കാരണം ഉണ്ടാക്കി തരികയാണ്. ആ പാലം പണിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സോ ഇങ്ങനൊരു ഓപ്പോസിറ്റ് സൈഡിൽ ഇത്രയും മിസറബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നതെങ്കിൽ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല, അതിൽ ഡിഫറെൻറ്റാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുമ്പം അവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷണൽ ഫ്രീഡം പോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ചിലർ പറയുന്നത് കേട്ടില്ലേ, മണി കാൺ ബൈ ഹാപ്പിനെസ്. വെറുതെയാണ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. കുഞ്ഞു ഹാപ്പിനെസ് എന്തായാലും മണിക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു സ്പെഷ്യൽ ഡേ വേണ്ട, നമുക്ക് അവരെ ഒന്ന് അവർക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് കൊടുക്കണം എന്ന് തോന്നിയാൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു സന്തോഷങ്ങൾ വാങ്ങിക്കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നമ്മളൊരു അറഗൻസിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ്. അറഗൻസ് ആൻഡ് ജലസി ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന 2 സ്വഭാവങ്ങളാണ്. ഈ 2 ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ ആദ്യമായിട്ട് ഉടലെടുത്ത 2 സ്വഭാവം അറഗൻസും ജലസി തന്നെയാണ്. ആദനബിയുടെ ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അവിടെ ഇബ്ലീസിന് ഫസ്റ്റ് തോന്നിയത് അറഗൻസ് ആണ്. ഞാൻ എന്തിനു മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യണം. പിന്നെ ഉടലെടുത്ത ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ ജലസിയാണ്. സോ ഈ 2 ബിഹേവിയറും ശരിക്കും ഒരാളെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുമ്പോൾ അതൊരു അറഗൻസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കരുത്. ഈവൻ ദോ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായാലും ഇറ്റ്സ് ഓക്കെ ടു ഡിപ്പെൻഡ് അപ്പോൺ യുവർ ഹസ്ബൻഡ്. പലർക്കും അതെന്തോ ഒരു കുറച്ചിൽ പോലെ തോന്നുന്ന ഒരു കാലഘട്ടമായി. പക്ഷേ ഞാൻ ഈ അടുത്ത് കേട്ടൊരു കാര്യമാണ്, നമ്മൾ തേനീച്ചകളില്ലേ, ഹണി ബീസ്. ഈ ഒരു ഹണി ബീസിന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സോഷ്യൽ അനിമലാണ്. അപ്പോൾ നമ്മൾ ഈ ഹണി ബീസില്ലേ, ഈ ഹണി ബീസിനെ പോലും മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു പഠനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഹണി ബീസ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഇല്ലാതാവും എന്നാണ് പറയുന്നത്. കാരണം ഈ ഹണി ബീസാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റേ ഫ്ലവറിലേക്കുള്ള പരാഗണം നടത്തുന്നതിൽ വലിയൊരു പാർട്ട് ഹണി ബീസിനുണ്ട്. അപ്പോൾ ഇത് നടന്നിട്ടില്ലെങ്കിൽ പല സസ്യങ്ങൾ ഉണ്ടാവില്ല. പല സസ്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ആശ്രയിക്കുന്ന പല ആനിമൽസ് ഉണ്ടാവില്ല. ആ ആനിമൽസിനെ ആശ്രയിക്കുന്ന മനുഷ്യനും പതിയെ അത് എഫക്റ്റ് ആവും. സോ നമ്മുടെ മൊത്തം ഇക്കോ സിസ്റ്റം തന്നെ തകരാറിലാവും ഒരു ചെറിയ അതുകൊണ്ട് തന്നെയാണ് ഖുറാനിൽ ഒരുപാട് സൂറത്തുകൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 or 14 എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എത്രയോ സൂറകൾക്ക് പേര് തന്നെ മൃഗങ്ങളുടെതാണ്, ബക്കറ, നഹല്, നംല്. സോ അതേപോലെയാണ് മനുഷ്യന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും സെർട്ടൻ പോയിന്റിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിനോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആ ദിവസം ഒരുപാട് മണി ഉണ്ടാക്കി, നമ്മൾ ഒരുപാട് ഫെയിം ഉണ്ടാക്കി, നമ്മൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നമ്മൾ വാങ്ങിച്ചു. എൻഡ് ഓഫ് ദി ഡേ വീട്ടിലേക്ക് വന്ന് കയറുമ്പം അവിടെ ശൂന്യമായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ, നമുക്ക് നമ്മളൊരു കാര്യം ഷെയർ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ ആ ആൾ സന്തോഷത്തോടെ ഉറങ്ങോ? ഇല്ല. സമാധാനത്തോടെയും സന്തോഷത്തോടെയും രാത്രി ഉറങ്ങാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അയാളാണ് ഈ വേൾഡിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിബ പറഞ്ഞല്ലോ, ആഫ്റ്റർ മാരേജ് ആണ് കരിയർ സ്റ്റാർട്ട് ചെയ്തതും ഈ പഠിച്ചതും ഒരു +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതിൽ നിന്നാണ് മാരേജിലേക്ക് വന്നതും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയിലേക്ക് വന്നതെന്നൊക്കെ. അപ്പം ഈ സമയത്ത് ഈ കുട്ടികളെയും കൊണ്ടിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ അപ്പോൾ ഉണ്ടായിട്ടുള്ള എന്തായിരുന്നു എന്തോ ഒരു പോയിന്റ് ഉണ്ടാവില്ല, നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു പോയിന്റ്, അതെന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഇറ്റ് വാസൻറ്റ് ഈസി. നമുക്ക് ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല, നമുക്കൊന്നും എഫേർട്ട് എടുക്കാതെയും കിട്ടില്ല.
നമ്മൾ ഇപ്പം ഇരുന്ന് ഈ ശ്വാസം വലിക്കുന്നത് പോലും ഒരു എഫേർട്ടാണ്. നമ്മൾ ശ്വാസം വലിക്കില്ല എന്ന് ചിലവർ പറയുന്ന ഹസ്ബൻഡ് സപ്പോർട്ട് ആണെങ്കിൽ ഈസി ആണെന്ന്. അതും ഈസി അല്ല. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ആരും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. അപ്പം അത് മാത്രമല്ല ഇതിലേക്കുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അതെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, അത് എൻ്റെ അടുത്ത് ഏതൊരു ക്ലയൻറ്റ് വരികയാണെങ്കിലും ഈവൻ ദോ അവർക്ക് ആവശ്യമില്ലെങ്കിലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ലൈഫിലൊരു റുട്ടീൻ ഉണ്ടാവണം. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും മെസ്സി ആയിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. എനിക്കൊരു കറക്റ്റ് റുട്ടീൻ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തു. കാരണം ആ റുട്ടീൻ ഇല്ലാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയാം, എൻ്റെ ആ ഒരു ഡാർക്ക് ഫേസിൽ ഒരു റുട്ടീനും ഇല്ലാതെ എന്തെല്ലോ തോന്നിയ പോലെ ചെയ്ത് ജീവിക്കുന്ന ഒരു സമയമായിരുന്നു അത്. വൺസ് നമ്മളെ ലൈഫ് നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റിയാൽ അവിടെ മുതൽ ശരിക്കും നമ്മൾ സക്സസ്സിലേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുകയാണ്. ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ഈസി അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക, നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യുക, ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഞാൻ എടുത്തൊരു സ്റ്റെപ്പ് അതായിരുന്നു, എനിക്കൊരു കംപ്ലീറ്റ് റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഞാൻ നല്ല നേരത്തെ എണീക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഫസ്റ്റ്. ഈവൻ ദോ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും ശരിക്കും ആ ഒരു റൊട്ടീനിൽ വളർത്തിയത് തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനറ്റ്ലി അതിൻ്റെ ക്രെഡിറ്റ്സ് ഓൾ ഗോസ് ടു മൈ പേരൻസ്. കാരണം അവർ ബെസ്റ്റ് വേ പോസിബിൾ ഞങ്ങളെ റേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങൾ 5 മക്കളെയും ഏറ്റവും നല്ല രൂപത്തിലാണ് പേരൻസ് വളർത്തിയിട്ടുള്ളത്. എല്ലാ ദീനി വിദ്യാഭ്യാസവും എൻ്റെ ഉപ്പ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു, ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്മാർട്ടായ ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഉപ്പാക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കും. ഉപ്പ പറയും വാവ് വെരി ഗുഡ്. പക്ഷെ എന്നാലും ദീനി കാര്യത്തിൽ മുന്നേറുമ്പോഴാണ് എനിക്കൊന്നും കൂടി ഹാപ്പിനെസ് എന്ന് ഉപ്പ ചെറുപ്പത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ഉപ്പ എന്താ ഈ പറയുന്നത് എന്നുള്ളത്. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ, അന്ന് ആ ഉപ്പായുടെയും ഉമ്മാൻ്റെയും സംരക്ഷണത്തിലായിരുന്ന സമയത്ത് കറക്റ്റ് പോയപ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് പേരൻസ് എന്നുള്ളൊരു രൂപത്തിലേക്ക് മാറി കാര്യങ്ങളൊക്കെ. ഒരു ചിട്ടയും റൊട്ടീനും ഒന്നും ഇല്ലാണ്ട് അങ്ങനെ എൻ്റെ ആ ഡാർക്ക് ഫേസ് കടന്ന് അതിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം എന്നുള്ളത് എൻ്റെ ഡിസിഷൻ തന്നെയായിരുന്നു, ടു ബി ഫ്രാങ്ക്. കാരണം ഞാൻ എപ്പോഴും പറയും, ഈവൻ ദോ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെങ്കിലും നമ്മളുള്ളിൽ നമ്മളെപ്പോൾ എനിക്ക് മാറണം, എനിക്ക് മാറിയേ പറ്റൂ, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം എപ്പോൾ നമ്മൾ എടുക്കുന്നോ അപ്പം മുതൽ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റും. എല്ലാവരും പറയും അതിന് കഴിയില്ല, പക്ഷേ ഇറ്റ്സ് റോങ്. കഴിയും. നമ്മളെ ഉള്ളിലെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ എനിക്ക് ആ ഡാർക്ക് ഫേസിൽ ഇനി നിൽക്കാൻ വയ്യ. എനിക്ക് അതിന് പുറത്ത് വരണം. എൻ്റെ മോന് നല്ലൊരു ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ അവനൊരു ഹാപ്പി മദർ അവന് ഉണ്ടായിരിക്കണം, അവന് ബെസ്റ്റ് ചൈൽഡ്ഹുഡ് കൊടുക്കണം, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനം എടുത്തു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഗുഡ് സൈഡ് ഉണ്ട്. ഈവൻ ദോ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ ഒരു ഈവിൾ സൈഡിലായിരുന്നു. ഒരുപാട് ഫോൾട്ടുകളുള്ള ആളാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഫോൾട്ട്സ് ഉണ്ട്. ചില ആളുകൾ നമ്മളെ ലൈഫിൽ വരുന്ന ചില ആളുകൾ നമ്മുടെ ഡാർക്ക് സൈഡായിരിക്കും നമുക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലത്തെ ആളുകളും കൂടെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അണ്ടർ കോൺഫിഡൻറ്റിൽ ലോ സെൽഫ് എസ്റ്റീമിലായിരിക്കും നമ്മൾ ജീവിക്കുക. വൺസ് ഞാനത് റിയലൈസ് ചെയ്തു, എൻ്റെ ഒരു ഗുഡ് സൈഡ് ഉണ്ട്, ചെറുതാണെങ്കിലും ഒരു ഗുഡ് സൈഡ് ഉണ്ട്, അതിനെ എൻഹാൻസ് ചെയ്യണം, ഒരു റുട്ടീൻ ഉണ്ടാക്കണം തീരുമാനിച്ചു. അതിലാദ്യം ഞാൻ എടുത്ത സ്റ്റെപ്പ് നേരത്തെ എണീക്കലായിരുന്നു. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. സത്യമായിട്ടും എല്ലാ ആളുകൾക്കും, ഇന്ന് നമ്മൾ ലോകത്തിൽ സക്സസ്ഫുള്ളായി നോക്കിയ എല്ലാ ആളുകൾക്കും ഉള്ളത് 24 hours തന്നെയാണ്. അതെ, അവരൊക്കെ ഇപ്പം എല്ലാ പാരൻസിനുള്ള മെയിൻ പ്രശ്നം പറയുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. കുട്ടികൾ നമ്മളുടെ ലൈഫിലേക്ക് ഒരു കുട്ടി വന്നതോടുകൂടിയിട്ട് നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് കുട്ടികളായിട്ടുണ്ടെങ്കിൽ ലൈഫേ കഴിഞ്ഞു, തീർന്നു, ലോക്കായി എന്നുള്ളത്. അത് പറയുന്നത് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവർ, ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് 24 hours. എല്ലാവർക്കും ഈ 24 hours ആണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ മാത്രം ഇപ്പോഴും ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നതിനുള്ള ഒരു ആൻസറും കൂടി പറയാം. ഞാൻ ടൈം മാനേജ്മെൻറ്റ് പറയുന്ന ആളുകളോടൊക്കെ ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം, ഒരൊറ്റ ദിവസം നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുത്ത് ഒന്ന് നേരത്തെ എണീറ്റ് നോക്കിയാൽ, സത്യം പറയാം, നമ്മൾ പറയുമല്ലോ സമയത്തിലുള്ള ബർക്ക എന്ന് പറയും, ബർക്ക ഇൻ ടൈം എന്ന് പറയും.
ശരിക്കും സമയത്തിലുള്ള ബർക്കത്ത് നമ്മൾ ഫീൽ ചെയ്യും. ശരിക്കും പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ. എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത ഒരു ഫാക്ടർ അതായിരുന്നു. ഞാൻ നേരത്തെ എണീക്കാൻ തീരുമാനിച്ചത്, വിച്ച് മീൻസ് സുബൈക്ക് കുറച്ച് മുമ്പ് തഹജുദ് ടൈമിൽ. ആൻഡ് ഒരിക്കൽ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, തഹജുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റിലേക്ക് എറിഞ്ഞ ആരോ പോലെയാണ്. നമ്മൾ എന്താണോ ലിറ്ററലി ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ സമയത്ത് എണീറ്റിരുന്ന് ആത്മാർത്ഥമായിട്ട് പ്യോർ ഇൻറ്റൻഷനിൽ നമ്മൾ പടച്ചവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ചോദിച്ചത് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത്. പക്ഷേ ഈ ഒരു രാവിലത്തെ ആ ഒരു തഹജുദ് ടൈം അതൊരു ബ്ലെസ്ഡ് ടൈമാണ്. ലൈക്ക് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യും, അതേപോലെ മെഡിറ്റേഷൻ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ആ ഒരു രാവിലെയുള്ള ടൈം. കാരണം എല്ലാം പോലും ഒരു നെഗറ്റീവ് എനർജി നിൽക്കാത്ത ഒരു ടൈമാണത്. അപ്പോൾ ആ സമയത്ത് പറയുന്നത് അള്ളാഹ് ഏറ്റവും ഭൂമിയോട് ഏറ്റവും അടുത്ത സമയത്താണ്. ഈവൻ ദോ സയൻറ്റിഫിക്കലി ഇപ്പോൾ പഠനങ്ങളൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിൻ ഏറ്റവും കൂടുതൽ അലേർട്ടായിരിക്കുന്ന സമയം 3 to 5 ആണെന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മളോട് എണീറ്റ് പടച്ചോൻ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്നത്. സോ അങ്ങനെ എണീക്കാൻ തുടങ്ങിയതിന് ശേഷം ഇറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ എണീറ്റത് മുതൽ ആ ഒരു ദിവസം അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ എഴുതി വെക്കുമായിരുന്നു. അന്നൊന്നും ടു ഡു ലിസ്റ്റ് ആയിട്ട് എഴുതി വെക്കില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക് 7-8 years ബിഫോറാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് അന്ന് അത്രയും അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു നോട്ട്ബുക്കിനകത്ത് ഞാൻ എഴുതും, ഓക്കെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് അതെൻ്റെ ആക്ച്വലി എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം കൂടെ. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉമ്മ, ഈവൻ ദോ ഞങ്ങൾ സിബ്ലിങ്സ് ആരും വലിയൊരു ഏജ് ഗ്യാപ്പ് ഒന്നുമില്ല, എല്ലാവരും അടുത്തടുത്ത ഏജ് 2-3 ഏജിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. എന്നാലും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മകളിൽ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ സമയവും ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ടൈമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കളിക്കുമ്പോൾ ഇടുമല്ലോ ചെരുപ്പൊക്കെ, അതുവരെ ഉമ്മ ഒരു 2-3 days കഴിയുമ്പം കഴുകി വൃത്തിയാക്കി വെക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കും എനിക്ക് എൻ്റെ മക്കളുടെ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ എല്ലാവരും പറയും ഈസി ആയിട്ടും, അതെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ കൂടുതലാണ്, എന്നിട്ട് പോലും നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ എൻ്റെ സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോഴും പറയും മക്കളുടെ ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കാലം, എല്ലാ ഉമ്മമാരും നമുക്ക് ചുറ്റുമുള്ള അധികം നമ്മളൊക്കെ ഉമ്മമാരെല്ലാവരും അവരെല്ലാ സമയവും മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇപ്പം പ്രായമായപ്പോൾ അവർക്ക് ഇപ്പോഴും ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കില്ല. ഇപ്പം നമ്മളെ കുട്ടികളെ നോക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ സിസ്റ്റർ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എൽഡർ സിസ്റ്റർ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹിബ ഏത് കാര്യത്തിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ മക്കളുടെയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് റിസൾട്ട് കിട്ടും. മക്കളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മോശം കാര്യമായിട്ട് ആരും കരുതണ്ട. കാരണം ഇപ്പോൾ എല്ലാവരും പെൺകുട്ടികളെല്ലാവരും ഔട്ട് ഗോയിങ് ആണ്, എല്ലാവരും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവരും അങ്ങനെ ജീവിക്കുമ്പം ഹാപ്പി ആയിട്ട് വീടിനകത്ത് കുട്ടികളെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകൾക്കും കൂടെ പ്രഷർ ഉണ്ടാവുക. നമ്മൾ സംസാരിക്കുമ്പോൾ 2 വശവും നമ്മൾ സംസാരിക്കണം. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ മക്കളുമായിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അതും അവൾക്ക് ഏറ്റവും ഹയറായിട്ടുള്ള ഒരു ചോയ്സാണ്. വിച്ച് നെവർ മീൻസ് പുറത്ത് പോകണ്ട പഠിക്കേണ്ട എന്നൊന്നുമല്ല. ഞാൻ പഠിക്കാൻ ചൂസ് ചെയ്ത ആളാണ്. പക്ഷെ എൻ്റെ സിസ്റ്റർ ഷീ ഈസ് ഹാപ്പി വിത്ത് ഹർ കിഡ്സ് ആൻഡ് ഹസ്ബൻഡ് അൽഹംദുലില്ലാ. സോ ഇതിൻ്റെ 2 വശങ്ങളുണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു റൊട്ടീൻ നമ്മൾ കൊണ്ടുവന്നാൽ ഈ ടൈം ഇല്ല എന്ന് പറയുന്നൊരു വിഷയം നമുക്ക് അവിടെ തീരും. നമ്മളെല്ലാം കറക്റ്റ്, പ്രത്യേകിച്ച് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടീൻ്റെ ബ്രെയിൻ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് 5 years വരെ എന്നാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആണെന്ന് പറയാം. സോ ആ റൊട്ടീൻ്റെ ഭാഗമായിട്ട് മോനൊരു 8 o'clock പിടിച്ചിട്ട് ഉറക്കുമായിരുന്നു. സോ ആ സമയത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു എന്തിനാ ഇത്ര നേരത്തെ മോനെ ഉറക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഉമ്മമാർ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യം, മക്കളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സമയമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സമയം ഞാൻ മുഴുവൻ കണ്ടെത്തിയിരുന്നത് മോനെ ഉറക്കി കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. സോ ആ സമയത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യും.
എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ പഠിച്ചതിന്ന് എങ്ങനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് എന്നെ എപ്പോഴും ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആസ്ട്രോണമി. ഈവൻ ദോ ഞാനും അതുമായിട്ട് എഡ്യൂക്കേഷനിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലും എന്നെ എപ്പോഴും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. സോ അതിനെക്കുറിച്ച് ഒരുപാട് സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട്. സോ ആ സമയം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു ടൈമായിരുന്നു, ആഫ്റ്റർ മോനോ ഉറങ്ങിയിട്ടുള്ളൊരു സമയം. സോ നമുക്കൊരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ, നമുക്കൊരു റുട്ടീൻ നമുക്ക് കൊണ്ടുവന്നാൽ ഈ പറയുന്ന മീ ടൈമിനും ഈ പറയുന്ന ടൈം മാനേജ്മെൻറ്റിനും എല്ലാത്തിനും നമുക്കൊരു സമയം കിട്ടും. അത് നമ്മൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കില്ല, എല്ലാം കറക്റ്റ് ടൈമിന് നമുക്ക് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും നമ്മൾ ആ റുട്ടീൻ കൂടെ പോയാലും ചില സമയത്ത് നമുക്കൊരു ബ്രേക്ക് വേണ്ടി വരും. അതെ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യം നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ചെയ്താലും ചില സമയത്ത് നമുക്കൊരു ബ്രേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ഈവൻ ദോ എന്നോട് ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴും എനിക്ക് വന്നൊരു മെസ്സേജാണ്, ഇങ്ങനെ 24/7 മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ മിത്ത്. അത് ആക്ച്വലി ഒരു മിത്താണ്. കാരണം ഒരു മനുഷ്യനും 24/7 മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കില്ല. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ലേസി മോർണിംഗ്സ് ഉണ്ട്, സ്ലോ മോർണിംഗ്സ് ഉണ്ട്, ലേസി ഡേയ്സ് ഉണ്ട്, മടിയുള്ള ദിവസങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു ദിവസം അങ്ങനെയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനസ്സിൽ വെക്കണം, ഓക്കെ ഒരു ദിവസം അടിച്ചു പൊളിച്ചു പോയി, നെക്സ്റ്റ് ഡേ മുതൽ വി ഹാവ് ടു ബാക്ക് ടു റുട്ടീൻ. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ മിസ്സാവുന്നതും അതാണ്. ചിലപ്പോൾ മടി വരുന്ന സമയത്ത് ഞാനൊന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ അങ്ങനെ ജഡ്ജ്മെന്റ് സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നുള്ളൊരു തോട്ടിലേക്ക് വരികയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ തന്നെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും എത്തിപ്പെടാൻ പറ്റുമെന്നാണ് ഹിബ പറയുന്നത്. അതെ. ഓക്കെ, അതായത് നമ്മളെ ഉള്ളിൽ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഒരു സെൽഫ് ഹീലേഴ്സ് ഉണ്ട്. അതെ, അത് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനെ വളർത്തിയെടുത്താൽ നമ്മൾ തന്നെ ആ ഒരു ഓൺ ട്രാക്കിൽ നമുക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റും. എവറിത്തിങ് ഈസ് ഹിയർ. നമ്മളെ മൈൻഡിനെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. ശരിക്ക് സൂറ ബക്കറയിൽ പറയുന്നുണ്ട്, നമ്മൾ നല്ലത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പം പലരും ധരിച്ചിട്ടുള്ളത് പോസിറ്റീവായി സംസാരിക്കുന്നത് കൊണ്ട് എന്തോ ആണെന്ന്. പക്ഷെ അല്ല, നമ്മളെ ബ്രെയിനകത്ത് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മളെ ന്യൂറൽ പാത്ത് വേയ്സ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള ടേമിൽ ന്യൂറൽ പാത്ത് വേയ്സ് എല്ലാം റീവയറിങ് ആവുന്നുണ്ട്. നമ്മളെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഫീൽ ഗുഡ് ഹോർമോൺ ഡൊപ്പാമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ ബ്രെയിനകത്ത് സംഭവിക്കുന്നതാണ്. സോ നമ്മൾ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഡ്യൂട്ടി തന്നെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ആക്ഷൻസ്, തോട്ട്സ് ഇതിനൊക്കെ ഷേപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ പോസിറ്റീവായി സംസാരിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും, അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. സോ എവറിത്തിങ് ഈസ് ഹിയർ. നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി അണ്ടർ കൺട്രോൾ. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇമോഷണലി ഒന്ന് ഡൗൺ ആക്കുന്ന സമയത്ത് പലരും പറയുന്ന കാര്യമാണ്, നീ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഇഷ്യൂ, എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഡയലോഗായിരിക്കും. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കൗൺസിലിങ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവരിലേക്ക് എത്തിപ്പെടാൻ പലരും ഇന്ന് സമൂഹത്തിൽ കുറേയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അതെന്തോ ചികിത്സിക്കുന്ന എന്തോ ഒരു സംഭവമായിട്ട്, അതായത് മൈൻഡിനെ ചികിത്സിക്കാൻ ആർക്കും ഇപ്പോഴും അതിലേക്ക് ഫോക്കസ് കൊടുക്കാണ്ട് ഹെൽത്തിന് എന്ത് വന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും, അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അതെ, അപ്പം അവർക്ക് അങ്ങനെയുള്ള ചില ഹസ്ബൻഡ്സിനിടയിൽ പെട്ടുപോയിട്ടുള്ള കുറേ ഗേൾസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഭയങ്കര പീക്കിൽ എത്തിയതിനു ശേഷം പിന്നെ കരിയർ പോയി. അപ്പം അതിനുള്ള റീസണൊക്കെ ആയിട്ട് ഇവർ പറയുന്നതാണ് കുട്ടികൾ വന്നതിന് ശേഷം ലൈഫ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ ഒരു നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? മെൻ്റൽ ഹെൽത്തിൻ്റെ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഭാര്യ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, കൂടെ ജീവിക്കുന്ന ഭർത്താവും കൂടെ മനസ്സിലാക്കണം. ഈവൻ ദോ പല ഭാര്യമാരും എത്രയോ സപ്പോർട്ടീവായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നാലും ഒരു മൈനോറിറ്റി ഭാഗത്തിലുള്ള ആളുകൾ
ഈവൻ മെജോറിറ്റി ഭാഗത്തിലുള്ള ആളുകൾ പല ഭർത്താക്കന്മാരും അതിൻ്റെ ഒരു ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അങ്ങനത്തെ സ്ത്രീകളുടെ കാര്യം ശരിക്കും കഷ്ടമാണ്. ചില ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും മനസ്സിന് വിഷമം തോന്നി പോകാറുണ്ട്. നമ്മൾ എത്ര അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താലും, എത്ര നമ്മൾ അവരെ ചേർത്ത് പിടിച്ചാലും അവരുടെ കൂടെ നിൽക്കുന്ന അതെ, ഏതൊരു മനുഷ്യനും ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ളത് കൂടെ നിൽക്കാൻ ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളാണ്. പല സമയത്തും ജോലി തിരക്കുകൾ കാരണം, വീട്ടിലെ സ്ട്രെസ്സ് കാരണം, വേറെ പല കാരണങ്ങൾ കൊണ്ട് ഹസ്ബൻഡ്സിന് പല സമയത്തും സ്ത്രീകൾക്ക് ആ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും, എനിക്ക് ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഉള്ള ഈ ഒരു ഫേസിലൂടെ പോകുന്ന സ്ത്രീകളോടൊക്കെ പറയാനുള്ളത്, ഇവിടെയാണ് ശരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്നത്. കാരണം ഈവൻ ദോ ഇപ്പോൾ സൈക്കോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഭാഗമുണ്ട്, എങ്കിൽ പോലും മെൻ്റൽ ഹെൽത്ത് അവയർനെസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ ഈ ഒരു എത്ര നമ്മൾ സൈക്കോളജി ഡെവലപ്പായാലും ചില കാര്യങ്ങൾ നമുക്കൊരു ലോങ് ടേം സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെങ്കിൽ അതിന് സ്പിരിച്വാലിറ്റി തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു ഹസ്ബൻഡുമാരെ സപ്പോർട്ട് ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന ഖുറാനിലെ ആ ഒരു ആയത്താണ്, കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് യു. കാരണം ആരോരും ഇല്ലാത്ത ആളുകൾക്ക് റബ്ബുണ്ടെന്ന് റബ്ബാണ് പറഞ്ഞിട്ടുള്ളത്, വേറെ ആരുമല്ല. അവിടെ ശരിക്കും വിശ്വാസികൾ, സ്പിരിച്വലി എലവേറ്റഡ് ആയിട്ടുള്ള ആളുകളും അത് കുറവായിട്ടുള്ള ആളുകളും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് എന്താണെന്നറിയാം. സ്പിരിച്വലി എലവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു അൺബ്രേക്കബിൾ ഹോപ്പ് ഉണ്ടാവും. എന്ത് മല പോലെ പ്രശ്നങ്ങൾ മുമ്പിൽ വന്ന് നിന്നാലും അവർ കുലുങ്ങാത്ത തരത്തിലുള്ള ഒരു ഹോപ്പ് അവർക്കുണ്ടാവും. അത് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. സോ ആരോരും ഇല്ലാത്തവർക്ക്, ആരെ സപ്പോർട്ടും ഇല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അവരെ കേൾക്കാൻ റബ്ബുണ്ട്. അത് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനുള്ള എഫേർട്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തവക്കുലിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലരും ചോദിച്ചു, നമ്മൾ തവക്കുലും മാത്രം ചെയ്താൽ കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ തവക്കുൽ ചെയ്യുന്നത്, നമ്മൾ അള്ളാനെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനുള്ള എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് വരണം. ഒരു ചരിത്രമുണ്ട്, പ്രവാചകൻ്റെ കൂടെ ഒരു സഹാബി പോകുന്ന സമയത്ത് ആ സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ ഒട്ടകത്തിനെ ഇവിടെ വെക്കാം എന്നിട്ട് തവക്കുൽ ചെയ്യാം. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ടൈ ദ ക്യാമൽ ആൻഡ് ട്രസ്റ്റ് അള്ളാഹ്. അതും നമ്മൾ ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് നമ്മൾ തവക്കുൽ ചെയ്യുക. സോ നമ്മൾ എഫേർട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും നമ്മളെ താഴ്ത്താനും നമ്മളെ വിഷമിപ്പിക്കാനും നമ്മളെ കുത്താനും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ വേർത്ത്, നമുക്കുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് തരുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും. സോ ആ കുറച്ചുള്ള ആളുകളെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം. അവർ നമുക്ക് ശരിക്കും ഒരു അസെറ്റാണ്. ലൈഫിൽ നമുക്ക് എപ്പോഴും പിമ്പോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനത്തെ ആളുകളെ ചേർത്ത് പിടിക്കുക. നമ്മളിലുള്ള ഈവിൾ സൈഡിനെ നമ്മൾ മാറ്റിവെക്കുക. ഈവിൾ സൈഡിനെ മാറ്റിവെക്കുക ഇൻ ദ സെൻസ് നമ്മളെ ഗുഡ്, നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്യാം. വർക്ക് ഓൺ ഇറ്റ്, ഡ്രീം അബൌട്ട് ഇറ്റ് ആൻഡ് മേക്ക് ദുആ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഈവൻ ദോ നമുക്ക് ഡെസ്റ്റിനി, നമുക്ക് എല്ലാവർക്കും ഫേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഡെസ്റ്റിനി ഉണ്ട്. നമ്മുടെ ഡെസ്റ്റിനിനെ പോലും മാറ്റിമറിക്കാനുള്ള കഴിവ് പ്രാർത്ഥനകൾക്കുണ്ട്. സോ ദുആ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതിന് സ്വപ്നങ്ങൾ കാണുക. കിനാക്കൾ എപ്പോഴും പറയും, ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന കാര്യം, കിനാക്കൾ കാണണം. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളാവണം. ഒരിക്കൽ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തിക്കളയുന്നതാണ് സ്വപ്നം. ലിറ്ററലി ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ സ്വപ്നങ്ങളിൻ്റെ ആ ഒരു ലോകത്ത് നമ്മൾ പെട്ടു. അതുപോലെ നമ്മൾ സ്വപ്നങ്ങൾ കാണണം, അതിനും വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. എന്നിട്ടും ഒരു എക്സെപ്ഷൻ അതിൽ വരുന്നുണ്ട്. ഇത്രയും ചെയ്തു, നമ്മൾ സ്വപ്നം കണ്ടു, നമ്മൾ എഫേർട്ട് ഇട്ടു, നമ്മൾ ദുആ ചെയ്തു, എന്നിട്ടും ആ കാര്യം നടന്നില്ല എന്ന് വെക്കുക. അപ്പോൾ ആളുകൾ വന്ന് പറയാറുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ കാര്യം നടന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ശരിക്കുള്ള തവക്കുൽ വേണ്ടത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് തന്നെ ട്രസ്റ്റ് അള്ളാഹ്സ് വിൽ എന്നാണ്. അതായത് സൂറ ഇബ്രാഹിമിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, നമുക്ക് നല്ലതാന്ന് തോന്നുന്ന, മീൻസ് നമുക്ക് പ്രിയപ്പെട്ട പലതും നമുക്ക് ഹൈറിനായിരിക്കില്ല, നമുക്ക് നല്ലതിനായിരിക്കില്ല. നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും
നമുക്ക് ഹൈറീനായിരിക്കും. സോ ഇത്രയും നമ്മൾ ചെയ്തിട്ടും ആ കാര്യം നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ അത് നമുക്ക് ഹൈറീനല്ല, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതൊന്ന്, അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള ഒന്ന് നമ്മുടെ ലൈഫിൽ റീപ്ലേസ് ചെയ്യും അല്ല. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് കോർത്തിണങ്ങുമ്പോഴാണ് ശരിക്കും റിയൽ സക്സസ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ആ സക്സസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഹിബയുടെ ഈ ഒരു കരിയർ ജേണിയിൽ എപ്പോഴെങ്കിലും ഒരു പാരൻ്റ് ആയതിനെ കൊണ്ട് അഫ്കോഴ്സ് നമുക്ക് ചാലഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പം വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായാലും മക്കളെ എല്ലാം കൂടി ഒരേ സമയം മാനേജ് ചെയ്യാന്നുള്ളത് ചില സമയങ്ങളിൽ പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പം ആ സമയത്ത് എങ്ങനെയാണിത് മാനേജ് ചെയ്യാറുള്ളത്? അത് സത്യമാണ്. കാരണം മക്കളെ കൊണ്ട് നമ്മൾ എത്ര പോസിറ്റീവ് ആളാന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര എങ്ങനെ ചെയ്യുന്നു പറഞ്ഞാലും നമുക്കും ഒരു വീക്ക് പോയിന്റ് ചിലപ്പം വരാം, നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു മൊമെൻറ്റ് വരാം. അതിലെനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ഉമ്മയുടെ ഹെൽപ്പ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ്. കാരണം എനിക്ക് എങ്ങനെ അത് പറയേണ്ടത്, ഞാൻ എൻ്റെ സെക്കൻഡ് മോൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹി വാസ് ജസ്റ്റ് 8th month, അവന് 8 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് പഠിക്കാൻ പോകണമെന്നുണ്ട്, കോളേജിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം എന്നുണ്ട്. ഞാൻ കുറേ കാലം വെറുതെ വീട്ടിലിരുന്നിട്ടുണ്ട്, എൻ്റെ വർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് എൻ്റെ ഉമ്മ എൻ്റെ 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞതാണ്, നീ പോയിക്കോ മോനെ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ എനിക്കറിയാം ഈ ലോകത്ത് എന്നെക്കാളും നന്നായിട്ട് എൻ്റെ മോനെ ഏറ്റെടുക്കാൻ എൻ്റെ ഉമ്മ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. പിന്നെ മെൻ്റലി നമ്മൾ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, മോൻ്റെ ആ സമയത്ത് എനിക്ക് മോസ്റ്റ് ചലഞ്ചിങ് ആയിരുന്നു. അത് ഞാൻ പറയാം, എപ്പോഴും സ്ട്രഗിൾസിന് ഞാൻ അൽഹംദുലില്ലാ പറയുന്നത്. കാരണം എൻ്റെ മോൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു, സെക്കൻഡ് സൺ. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയ നെക്സ്റ്റ് ഡേ മുതൽ ഫിസിക്കലി ഞാനും മോനും ചലഞ്ചിങ് ആയിരുന്നു. കാരണം അവന് ആസ്മയുടെ പ്രശ്നം വന്ന്. സോ ചില ദിവസം കോളേജ് വിട്ട് വരുമ്പോൾ ഞാൻ കാണൽ നെബുലൈസർ വെച്ചിട്ട് എൻ്റെ മോനെ ഉമ്മ നെബുലൈസർ വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കുന്നൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. സോ ആ സമയത്ത് അവൻ്റെ അടുത്തിരുന്നിട്ട് എനിക്ക് ഉമ്മ ഉള്ളതുകൊണ്ട് കരയണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിരിക്കും. പക്ഷേ ഐ റിമെമ്പർ എത്രയോ ദിവസങ്ങളുണ്ട് ഞാൻ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. മദർ ഗിൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ സം എക്സ്റ്റെൻറ്റ് അതാണായിരിക്കും, എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ പൊതുവെ എല്ലാവരും കേൾക്കുന്നതാണ് ഈ ഒരു നമ്മൾ ഒരു മോനെ ഇട്ടിട്ട് പോയി, നീ ഒരു നല്ല ഉമ്മയല്ല, നീ ഇങ്ങനെയാണോ ഉമ്മമാര് എന്നുള്ളത്. നമ്മളെ പണ്ടുള്ളവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ 24/7 മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉമ്മയാണ്, വർക്ക് ചെയ്യുന്ന പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നല്ല ഉമ്മയല്ല എന്നുള്ള. അത് കാരണം അതിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുക്കാണ്ട് നിൽക്കുന്ന ഒരുപാട് പേര്. അവരോട് എന്താണ് പറയാനുള്ളത്? സോ 24/7 മക്കളെ കൂടെ നിൽക്കുന്നതാണ് നല്ല ഉമ്മ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതെ മക്കളെയും പ്രൊഫഷനും ഒരുപോലെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും ശരി തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. കാരണം അവർ ഒന്നുകൂടെ മൾട്ടി ടാസ്കിങ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള. സോ അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, തളർത്താതെ. അവരെയാണ് ഏറ്റവും കൂടുതൽ തളർത്തല്. കാരണം നല്ലൊരു ഉമ്മയല്ല. മോൻ ചെറുതായ സമയത്ത് ഞാനും കേട്ടിട്ടുണ്ട്, മോൻ ചെറുതായ സമയത്ത് മോൻ ഇട്ട് പോകാൻ കഴിഞ്ഞില്ലേ, എങ്ങനെയാ അങ്ങനെയൊക്കെ കഴിയുക മക്കളെ ഇട്ട് പോകാൻ എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആസ് എ മദർ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ ഡ്യൂട്ടീസും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താം. ഇപ്പോൾ നമ്മൾ ഫ്രസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്, നമ്മൾ ഈ മക്കൾ കൂടെയുള്ള സമയത്ത് ഈവൻ ദോ നമ്മൾ പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ചില സമയത്ത് നമ്മൾ മുഖം ചുളിച്ച് മക്കളോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെ എന്തെങ്കിലും മക്കളോട് സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് എപ്പോഴും നമ്മൾ ഒരിക്കൽ അങ്ങനെ സംസാരിച്ചാലും നെക്സ്റ്റ് ടൈം അതിൻ്റെ തൊട്ടടുത്ത സമയം നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് ഒരു മദറിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചും ഒരു മദറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും. കാരണം മക്കൾ ഒരു തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കാതെ വളർത്തണം എന്നുള്ളതിനോട് ഞാൻ വല്ലാതെ യോജിക്കാത്ത ആളാണ്. അവരെ ശാസിച്ചാലും
അവർക്കത് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് നമ്മൾ അവരത് പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറ്റിയൊരു കുഞ്ഞ് മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേയിൽ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റണം. ഐ റിമെമ്പർ ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ 8 o'clock മക്കൾ ഉറങ്ങും. അപ്പോൾ കുറച്ച് സമയം എനിക്ക് അവരെ കൂടെ കിട്ടുള്ളൂ. ഞാൻ 5 ഒക്കെ ആവും വീട്ടിലേക്ക് എത്താൻ. ആ സമയത്ത് ആ ഒരു 8 o'clock വരെയുള്ള സമയം ഞാൻ കംപ്ലീറ്റ്ലി ഇവരെ കൂടെ ആയിരിക്കും, 2 മക്കളെ കൂടെ ഇരിക്കും. ആ ഒരു ടൈം ഞങ്ങളുടേത് മാത്രമായിട്ടുള്ളൊരു വേൾഡ് ആയിരുന്നു. ഈവൻ ദോ ഹസ്ബൻഡ് പോലും എന്നോട് പറയും ഞാൻ ആ ടൈം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. കാരണം എനിക്ക് ആ ഒരു സമയം കംപ്ലീറ്റ്ലി കോളേജിൽ പല ഫ്രണ്ട്സും കംപ്ലൈൻറ്റ് പറയും, ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കൂല. എൻ്റെ ഓൾറെഡി എനിക്കുള്ള ഫ്രണ്ട്സ് എന്നെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്, ഫോൺ എടുക്കൂല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യില്ല. എനിക്ക് അതും ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ അതവിടെ സാക്രിഫൈസ് ചെയ്ത് എല്ലാത്തിനും ഒരു 2 വശങ്ങളുണ്ട്. സോ അവിടെ അത് സാക്രിഫൈസ് ചെയ്ത് അവർക്ക് മനസ്സിലാവും ആസ് എ മദർ എനിക്കിവിടെ കോമ്പൻസേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. സോ മദർ ഗിൽട്ട് എന്ന സാധനം ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മദേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിതിൽ പടച്ചോൻ ഇട്ട് തന്നൊരു സംഭവമാണ്. ആ ഒരു കാരുണ്യം, റഹ്മത്തുള്ള സ്നേഹം എപ്പോഴും മാതാപിതാക്കൾക്കാണ് ഉണ്ടാവുക. അത് വേറെ ആർക്കും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് റഹ്മത്തുള്ളൊരു സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ്. സോ ആ ഒരു റഹ്മത്തുള്ള കാരുണ്യത്തോടുള്ള ഒരു സ്നേഹം, ആ ഒരു കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് ഈ മോം ഗിൽറ്റിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളൊരു ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ നല്ലൊരു പ്രഷ്യസ് ടൈം നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈം അവരെ ഇരിക്കണം എന്ന് പോലും ഇല്ല. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും നമ്മളെ കൺട്രോളിൽ എപ്പോഴും നിൽക്കുന്നതിലുപരി നമ്മൾ അങ്ങനെ ഒരു ടൈം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് കുട്ടികളെ ആര് നോക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ ബാധിക്കും എന്നുള്ളവർക്ക് ഒരു വലിയ ഹോപ്പാണ് പറയുന്നത്. അപ്പോൾ ഈ പാരൻറ്റ്ഹുഡ് = സ്ട്രെസ് എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. അതായത് ഇപ്പം എങ്ങനെ നമുക്ക് പാരൻറ്റിങ്ങും നമ്മളുടെ പ്രൊഫഷനും കരിയറും എങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് ഒരുപാട് ടിപ്സ് നമുക്ക് ഹിബൻ്റെയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരോടും പറയാനുള്ളത് ശരിക്കും ഇത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളതിലെ ബ്യൂട്ടി അറിയാത്തത് കൊണ്ട് മാത്രമാണ്, നിങ്ങളതിലേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാം സ്ട്രെസ്സായിട്ടും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട പോലെ തോന്നുന്നത്. നിങ്ങളതിലേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പാരൻ്റായിട്ട് എൻ്റെ കരിയർ, അതും ആഫ്റ്റർ മാരേജ് കെട്ടിപ്പടുത്ത ഒരു സ്റ്റോറി ഇവിടെ കേട്ടു. അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ഹിബ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റ്സ് എടുത്തിട്ട് അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്തിട്ട് തളർന്നിരിക്കാതെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ റേസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. സോ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളുടെ മാമ ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഹിബ